ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനായ ഓവൻ കോയൽ ഇപ്പോൾ അവരോടൊപ്പമില്ല. പകരം ഇന്ത്യൻ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ടയെ പുതിയ പരിശീലകനായിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സി നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതുവരെ മുംബൈ സിറ്റിയിൽ അസിസ്റ്റന്റ് പരിശീലകന്റെ വേഷത്തിലായിരുന്നു മിറാണ്ട ഉണ്ടായിരുന്നത്. ഇനി മുതൽ ചെന്നൈയിൻ എഫ് സിയുടെ മുഖ്യ പരിശീലകനാണ് അദ്ദേഹം. ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ ചെന്നൈയിൻ എഫ് സിയുടെ ഈ പരിശീലകൻ ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് 19 സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒഡീഷ എഫ് സിയുടെ വിദേശ താരമായ കാർലോസ് ഡെൽഗാഡോയെ സ്വന്തമാക്കാൻ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ടയ്ക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു പ്രതിരോധ നിര താരമാണ് ഇപ്പോൾ കാർലോസ് ഡെൽഗാഡോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒഡീഷ എഫ് സി ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. അതായത് ക്ലബ്ബ് വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒഡീഷ എഫ് സി താരങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സിയുടെ ഈ ഒരു ക്ഷണം കാർലോസ് ഡെൽഗാഡോ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ക്ലിഫോർഡ് മിറാണ്ടയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് കാർലോസ് ഡെൽഗാഡോ. നമുക്കറിയാം, ഇതുവരെ ISL-ൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മാത്രമാണ് ഡെൽഗാഡോ കളിച്ചിട്ടുള്ളത്. അതായത് ജൂലൈ 2019 മുതൽ 2020 ജൂൺ മാസം വരെ അദ്ദേഹം കളിച്ചു. പിന്നീട് മറ്റു ചില ക്ലബ്ബുകളിലേക്ക് പോയി. പിന്നീട് 2022 ജൂൺ മാസത്തിൽ അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ്. തുടർന്ന് 71 മത്സരങ്ങളാണ് ഈ സെന്റർ ബാക്ക് അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 2 ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മികച്ച പ്രകടനം ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഈ ഒരു സ്പാനിഷ് ഡിഫൻഡർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൻ എഫ് സി ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.